ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മീഡിയയിൽ കടന്നു വരുന്ന ന്യൂസ് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. അപ്പോൾ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. പിന്നെയും ആ വിഷമം എന്നിൽ നിന്ന് കടന്നുപോയില്ല. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വാക്യം ശക്തമായി വന്നു. അതാണ് ഇന്ന് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എസെക്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 3, 10, 11 വാക്യം. എസെക്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ 3, 10, 17 വാക്യം. 3-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 10-ാം വാക്യം: അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. 11-ാം വാക്യം: പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ എസെക്കേലിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തെ കംപ്ലീറ്റ് വിട്ടുകളഞ്ഞു. ദൈവം നെബൂഖദ്നേസറിനെയും കൂട്ടരെയും അയച്ചു അവരുടെ ആശാകേന്ദ്രമായിരുന്ന ദേവാലയം നശിപ്പിച്ചു, തീയിട്ടു, ചുട്ടു, ആകെ പൊളിച്ചു കളഞ്ഞു. ദേശത്തിലെ പ്രമുഖന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് അടിമകളായി കൊണ്ടുപോയി. അവരുടെ ജീവിതത്തിൽ ശേഷിച്ചൊരു ബലഹീനരായി കുറച്ചു പേർ ദേശത്ത് വസിക്കുകയാണ്. അവർക്കൊരു പ്രതീക്ഷയുമില്ല. അപ്പോഴാണ് എസെക്കേൽ വീണ്ടും പ്രവചിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ വചനം. അതേസമയത്ത് യെരമ്യാവും പ്രവചിച്ചു. യെരമ്യാവിൻ്റെ 29-ാം അധ്യായത്തിൽ നമ്മളെല്ലാവരും കാണാതെ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ: നിന്നെക്കുറിച്ച് തിന്മയല്ല നന്മയത്രേ, പ്രതീക്ഷയാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞേ. നമ്മൾ ആ വാക്യം വായിക്കാതെ ഇസ്രായേൽ മക്കളോട് ഈ അധപ്പതനത്തിൻ്റെ സമയത്ത് ദൈവം പറഞ്ഞ വാക്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിൽ ഭാരപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വിശ്വസ്തരായി ജീവിച്ചാൽ നിങ്ങൾക്ക് പരാജയമല്ല, വിജയമാണ്. ഞാൻ നിങ്ങൾ നശിച്ചു പോകണമെന്നല്ല, നിങ്ങൾക്ക് നന്മയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യെരമ്യാവും എസെക്കേലും പ്രവചിച്ചു. ഇവിടെ ഇതാ നോക്കിക്കേ, ദൈവം എസെക്കേലിനെ ഒരു ദർശനത്തിൽ ഒരു താഴ്വരയിൽ കൊണ്ടുപോയി. ഈ താഴ്വര എന്ന് പറയുന്നത് നമ്മൾ ആരും കാണാത്തൊരു താഴ്വരയാണ്. നമ്മൾ എല്ലും കൂട്ടമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലോ ഇങ്ങനെ മാത്രം നിരന്ന് കിടക്കുന്ന ഒരു താഴ്വരയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും അസ്ഥി ഒന്ന് തൊടാതെ ഉണങ്ങിക്കിടക്കുന്ന താഴ്വര. അതെത്രയുണ്ട്? പെരുത്ത കൂട്ടം. അവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി നിൽക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. ആണോ? അസ്ഥിയുടെ മുകളിൽ പോയി നിൽക്കാൻ എത്ര പേരുണ്ട് താല്പര്യമുള്ളവർ? നമ്മളാകെ പാടെ സയൻസ് ക്ലാസ്സിൽ ഒരു അസ്ഥി കൂടം കണ്ടിട്ടുണ്ടില്ലേ? പിന്നെ അവിടെ ഇവിടെയും നമ്മൾ പറമ്പിൽ 1-2 അസ്ഥികൾ കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ അതാരും ഓമനിച്ചെടുത്തോണ്ട് വീട്ടിലോ ഭക്തിയോടെ നല്ലതാ, എൻ്റെ അപ്പൂപ്പൻ്റെ ആണെന്നൊന്നും പറഞ്ഞ് പൂജിക്കാറില്ല. അത് കാണുമ്പോൾ നമുക്ക് എന്താണ്? ഒരു അനിഷ്ടമാണ് തോന്നുന്നത്. അതിൻ്റെ നടുവിൽ കൊണ്ട് നിർത്തിയാലോ ഇത്രയും വലിയൊരു സൈന്യമായി തീരത്തക്ക രീതിയിൽ അസ്ഥികളുണ്ടെങ്കിൽ, എത്രയോ അസ്ഥികളുടെ നടുവില നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ദൈവാത്മാവ് കൂട്ടിക്കൊണ്ടുപോവാണ് എസെക്കേലിനെ. എന്നിട്ട് ദൈവം തന്നോട് ചോദിച്ചു, എന്നെ അതിൻ്റെ ഇടയിൽ ചുറ്റി നടക്കുമാറാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് 2-ാം വാക്യത്തിൽ. അവൻ എന്നെ ചുറ്റി നടക്കുമാറാക്കി, എത്രയും അധികമായിരുന്നു, അത് വളരെ ഉണങ്ങിയിരുന്നു. ആ അന്തരീക്ഷം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അരോചകത്വം തോന്നുന്ന സാഹചര്യം, പ്രതീക്ഷയില്ലാത്ത സാഹചര്യം. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മളാണ് എന്താ ഉത്തരം പറയും? നോ. ഞാനാണ് അങ്ങനെ പറയത്തുള്ളൂ. എസെക്കേൽ അങ്ങനല്ല പറയുന്നത്. എസെക്കേൽ എന്താ പറയുന്നത്? ദൈവം നിനക്കറിയാം. അതൊരു വലിയ കാഴ്ചപ്പാടല്ലേ? അല്ലേ? ഞാനാണെങ്കിൽ 100% പറയും, ദൈവമേ ബോധമില്ലേ? പണ്ട് പത്രോസ് ചോദിച്ചു, എന്നെ ആരാ തൊട്ടേന്ന് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? കർത്താവേ, കർത്താവിന് ബോധമില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഇത്രയും വലിയ വരുമ്പോൾ തിക്കിത്തിരക്കുമ്പോൾ നിന്നെ തൊട്ടത്രേ. അല്ല, അങ്ങനെയല്ലേ ചോദിക്കുന്നത്? അതേ ഞാനും ചോദിക്കുള്ളൂ. ദൈവമേ, ഞാൻ ഓർത്തു ദൈവം സർവ്വജ്ഞാനിയും സർവ്വലഭനും ഒക്കെയാണ്, പക്ഷേ എന്തോ കുഴപ്പം പറ്റിയെന്നാ എനിക്ക് ചിന്തയെന്ന് പറയും.
പക്ഷെ എസെക്കിയേൽ ദൈവത്തെ കണ്ടതുകൊണ്ട്, ദൈവ തേജസ് കണ്ടതുകൊണ്ട്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, ദൈവമേ നിനക്കറിയാം. നമ്മളൊന്നും എഴുതി തള്ളണ്ട. ഇത്രയും നിരാശകരമായ, ഇത്രയും ഉണങ്ങി വരണ്ട അവസ്ഥ. മനുഷ്യന്റെ സ്വഭാവം കാണിക്കാൻ ഞാനൊരു 3-4 സന്ദർഭം വേദപുസ്തകം കാണിച്ചു തരാം. ഒരിക്കലേ ഒരു അപ്പൻ ഊമനും ചെകിടനും ഈ അസുഖമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട്, ഭൂതവും ബാധിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് 9 നമ്മുടെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. യേശു അന്നേരം എവിടെ ആയിരുന്നു? ട്രാൻസ്ഫിഗറേഷൻ മലയിൽ. എവിടെ? മരുരൂപ മലയിൽ. അപ്പോൾ ഇവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇതിനെ ഒന്ന് പുറത്താക്കാൻ. ഇവരെ 9 പേരും കൈവച്ചൊക്കെ ശാസിച്ച് കാണും, മാറി മാറി ചെയ്ത് കാണും, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ ഈ മനുഷ്യന്റെ ഒരാൾ പ്രാർത്ഥിച്ച് സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ 2ാമത്തെ ആളിൻ്റെ അടുത്ത് കൊണ്ടുപോയില്ലേ? ഞാൻ പ്രായോഗിക ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ 3ാമത്തെ ആളിൻ്റെ അടുത്ത് കൊണ്ടുപോകും അല്ലേ? നിങ്ങൾ എത്ര പേരെ 9 കഴിഞ്ഞിട്ട് വിശ്വാസമുള്ളവരായിരിക്കും ഇത് നടക്കുമെന്ന്? വളരെ ഇമ്പോസിബിളാ ഇല്ലേ? അപ്പോൾ ഈ അപ്പൻ കർത്താവിനോട് പറയാം, നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലാണ്. പ്രതീക്ഷയൊക്കെ പോയി. മിടുക്കന്മാരായ അപ്പോസ്തലന്മാരുടെ അടുക്കലാണ്. അവർ ഇന്നലകളിൽ അത്ഭുതം ചെയ്തവരാ. അവരെ കർത്താവ് അയക്കുന്നത് രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാനാണ് 10-ാം അധ്യായത്തിൽ അയക്കുന്നത് അല്ലേ? അപ്പൊ ഇവര് പോയി ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചാണ് മടങ്ങി വന്നവരാ. ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല. എന്താണെന്ന് കർത്താവ് പറഞ്ഞു? പ്രാർത്ഥന കുറവാണത്രേ, വിശ്വാസക്കുറവാണത്രേ, ഉപവാസക്കുറവാണത്രേ. നമ്മളായിരുന്നേ പറഞ്ഞേനി ഏതോ ഒളിഞ്ഞ പാപമുണ്ട് അല്ലേ, മുറുകെ പറ്റുന്ന പാപമുണ്ട് എന്നൊക്കെയാ നമ്മൾ പറയുന്നില്ലേ? കർത്താവ് എന്തോ പറഞ്ഞേ? നിങ്ങൾ വിഷമിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചേ. എത്രാമത്തെ വാക്യമാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 17-ാം അധ്യായത്തിലാണ്. അവിടെ അവർ ചോദിച്ചു, കർത്താവേ ഇതെന്തുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് കഴിയാഞ്ഞത്? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് പറയാണ്, എങ്കിലും ഈ വക പോകുവാൻ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണെന്ന്. എത്രാം വാക്യമാണ്? 21. വായിച്ചേ. നമുക്കെല്ലാം അനുകൂലമായി പോകുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യം, 3 കാര്യം എന്തൊക്കെയാ? നിങ്ങൾ വേറെ ഒന്നും ഓർത്തില്ലെങ്കിൽ ഇത് ഓർത്താൽ മതി. ഈ വർഷത്തിന്റെ അവസാനം 1 വിശ്വാസം. കാരണം നമുക്ക് ബാക്കിയെല്ലാം വിശ്വാസമൊന്നും വേണ്ട ഇന്നത്തെ ജീവിതത്തിൽ. വേണോ? 2 ശരിയായ പ്രാർത്ഥന. 3 ഉപവാസം. ഈ വർഷത്തിൽ എന്നെ കേൾക്കുന്ന എത്ര പേര് ഒരു 2 ദിവസം ഉപവസിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ കൈപൊക്കിയാൽ മറ്റുള്ളവർ നാണം കെടുമല്ലോ, അതുകൊണ്ട് വേണ്ട പ്ലീസ്. നമ്മൾക്ക് ഒരു കാലത്ത് ഉപവാസവും പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ വളരെ കാര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്? പണമുണ്ട്, കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരോടാ ഇത് പറയുന്നത്? വളരെ ഉന്നതകളിൽ നിന്നവരെ, കർത്താവിൻ്റെ കൂടെയുള്ളവരെ, കർത്താവിനാൽ ഐക്യപ്പെടുന്നവരെ. വലിയ ഉണർവ് മറുസൈഡിൽ നടക്കുമ്പോൾ താഴ്വരയിലെ കാര്യമാണ് പറയുന്നത്. വളരെ ദൂരെയൊന്നുമല്ല, വലിയ ദൂരെയൊന്നുമല്ല. നിരാശ. ആ മനുഷ്യൻ പറയുന്നു, കർത്താവേ നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ. ആ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. 2ാമത്, യായിറോസിന്റെ മകൾ അങ്ങോട്ട് മരിച്ചു പോയടനെ വീട്ടിൽ നിന്ന് ആൾ വന്നു, ഇനിയും കർത്താവിനെ അസഹ്യപ്പെടുത്തണ്ട. നിങ്ങൾക്ക് സാഹചര്യം അറിയാം, അങ്ങോട്ട് മരിച്ചതേ ഉള്ളൂ. അപ്പൊ പറയാ, ഇനിയും അസഹ്യപ്പെടുത്തണ്ട.
കാരണം അത്രയേ ഉള്ളൂ, തീർന്നു. അപ്പോഴെന്താ യേശു പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഒറ്റ വാക്യമേ പറഞ്ഞുള്ളൂ, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ഇവിടെയും പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങളുടെ അവിശ്വാസമാണ്, ഒരുപാട് വിശ്വാസമൊന്നും വേണ്ട, കടുകുപടി ഇത്രയും വിശ്വാസം മതി എന്നൊക്കെ കർത്താവ് അതിനെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു. ഇവിടെയും യായിറോസിനോട് പറയുന്നത്, ഇതൊന്നും കേട്ട് നീ ഭാരപ്പെടേണ്ട. പ്രശ്നം വലുതാ, അവർക്ക് വലുതാ. ആർക്കാ? വീട്ടുകാർക്കും കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ വലുതാ. പക്ഷേ ദൈവവിശ്വാസിക്ക്, അവനിൽ ആശ്രയിക്കുന്നവർക്ക് അത് വലുതല്ലെന്നാ യേശു പറഞ്ഞു. വിശ്വാസം മാത്രം മതി എന്നാ പറഞ്ഞു. ഇനി മൂന്നാമത് നോക്ക്, നമ്മൾ നോക്കിക്കേ, മാർത്തയും മറിയയും യേശുവിനോട് വളരെ ക്ലോസും യേശു സ്നേഹിച്ചവരും യേശു വളരെ മാന്യമായി പരിഗണിക്കുന്ന ഒരു കുടുംബം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ എന്തോ ചെയ്യും? ജീവിക്കും. ആദ്യം പറഞ്ഞു ഇത് മരണത്തിനുള്ളതല്ല, പിന്നെ പറഞ്ഞു ജീവിക്കും. അപ്പം പുള്ളിക്കാരി പറഞ്ഞു അതൊക്കെ പുനരുത്ഥാനത്തിൽ നടക്കും. പിന്നെയും കർത്താവ് അവിടേക്ക് നടന്നു പോവുക. എവിടെ? ഗുഹയിലേക്ക്. കല്ലും മാറ്റാൻ പറയുമ്പം പറയാ നോ 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 അല്ലേ? അപ്പോഴും കർത്താവ് എന്താ പറഞ്ഞു? വിശ്വസിക്കുന്നവർ ദൈവം മഹത്വം കാണും. വലിയ കാര്യമൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. മൂന്ന് കാര്യം, നിന്റെ സ്ഥിതി മാറുവാൻ. അതിനാണ് ഞാൻ ആ പാട്ട് പാടിപ്പിച്ചത്. അസാധ്യമായതൊന്നുമില്ല. സർവശക്തിയുള്ള ദൈവം, അത് താഴ്വരയിൽ കിടക്കുന്ന അസ്ഥിയായിരിക്കാം, അത് ഭയങ്കരമാണ്, ഇതുമായിട്ടൊന്നും സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല. മറ്റേത് ഒരു രോഗി കുറെ നാളായി, പിന്നെ ഇപ്പം മരിച്ചത് 4 ദിവസമായി, അഴുകിയത്. ഇവിടെ ശരീരം പോലുമില്ല, ഒരു അസ്ഥികൂടമല്ല, അസ്ഥികഷ്ണങ്ങൾ. അതാണ് എസെക്കിയേലിനോട് ചോദിക്കുന്നത്, ഇതിനെന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇന്ന് നിന്റെ പ്രശ്നം കർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ, കർത്താവെ നീ അറിയുന്നു, നിന്നെ പ്രതീക്ഷിക്കുന്നൊരു കർത്താവുണ്ട്. പത്രോസിനോട് അത് തന്നെയാ കർത്താവ് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ സ്നേഹിക്കുന്നു, അതൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു, നീ അറിയുന്നു, എന്റെ സ്ഥിതി നീ അറിയുന്നു. ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രശ്നങ്ങൾ വലുതാണെങ്കിലും വിശ്വാസം ഉള്ളവരിൽ വലിയ കാര്യം ദൈവം നേടിയെടുത്തിട്ടുണ്ട്. 12 വർഷം രോഗിയായിരുന്ന സ്ത്രീക്ക് വൈദ്യന്മാരെ ഒക്കെ കണ്ട് മുഷിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. പൈസയുമില്ല, മുഷിഞ്ഞു, ആരോഗ്യവുമില്ല. അപ്പൊ അവർക്കൊരു വിശ്വാസം. യേശുവിനോട് പ്രാർത്ഥിക്കാനൊന്നും അല്ല പോകുന്നത്, യേശുവിനെ കൂട്ടിക്കൊണ്ടുവരുവാനല്ല യായിറോസ് പോയതുപോലെ പോകുന്നത്. അവനെ തൊട്ടാൽ അവൻ അശുദ്ധനാകും, അതുകൊണ്ട് ഞാൻ അവനെയും തൊടത്തില്ല, അവന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹം ഞാൻ തൊടും. എന്താ? പഴയതാണ് അസുഖം, എല്ലാവരും കൈമലർത്തിയതാണ്. പക്ഷെ അവക്കൊരു വിശ്വാസം ഉള്ളിൽ, എനിക്ക് കഴിയുന്നത് ഇത്രയേ ഉള്ളൂ, എനിക്ക് അവനെ പോയി തൊടാൻ പറ്റത്തില്ല. ഈ താരക്കില് വസ്ത്രം ഇങ്ങനെ ആകുമ്പോൾ പുറകിൽ നിന്ന് തൊട്ടിട്ട് പോകാൻ കഴിയും. അപ്പം വലുതൊന്നും കർത്താവ് ഡിമാൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. കടുകുമണിയോളെന്ന് പറഞ്ഞവൻ എന്താ പറയുന്നത്? ഇവൻ വസ്ത്രത്തിന്റെ അഗ്രഹത്ത് തൊട്ടുന്നവരെ മാനിക്കുന്നൊരു ദൈവം. ഞാൻ വലിയ ഭക്തനായി എന്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതൊന്നും നടക്കയില്ല അല്ലേ? ദേവാലയത്തിൽ അവർ കയറ്റുകയില്ല, വീട്ടിൽ കയറ്റുകയില്ല, സ്വന്തം ബെഡേ കിടക്കാൻ അനുവദിക്കയില്ല, റൂമിൽ വെളിയിൽ താമസിക്കേണ്ട ഒരു സ്ത്രീ എല്ലാവരാലും തള്ളപ്പെട്ട്, വൈദ്യന്മാരാലും കൈവിട്ട്, വലിയ വിശ്വാസമൊന്നുമല്ല, വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാനല്ല, വസ്ത്രത്തിന്റെ അഗ്രഹം. വിശ്വാസത്തിന്റെ ആ കാര്യം കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. വേറൊരു ജാതിക സ്ത്രീ പറഞ്ഞു, കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, സമയം പോകുന്നതുകൊണ്ട്. പട്ടികളും അവിടെ വീഴുന്ന കഷ്ണമൊക്കെ തിന്നാറുണ്ട്. എന്താ അപ്പം നീ തരണ്ട? അപ്പം കൊച്ചുപിള്ളാര് നിന്നോണ്ടിരിക്കുമ്പോ ഒരുപാട് പൊഴിഞ്ഞു വീഴും. അതിലൊരു കഷ്ണം എനിക്ക് കിട്ടിയാൽ മതി. നിന്റെ പ്രശ്നത്തിന് പരിഹാരം അവിടെയാണ്.
വിശ്വാസം, പ്രാർത്ഥന, ഉപവാസം നിന്റെ ജീവിതത്തെ മാറ്റി എഴുതുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. ഇവിടെ ദൈവം എസെക്കേലിനോട് എന്താ പറയുന്നത്? ഒന്ന്, നീ പ്രവചിക്കാന്ന് പറഞ്ഞാൽ നീ കൽപ്പിക്കാന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നീ വിശ്വസിക്കുക, നീ പ്രീച്ച് ചെയ്യുക എന്നൊക്കെ ആ പദത്തിന് അർത്ഥം. എന്താ നീ പറയുക? എന്താ പറയണം? ജീവിക്കാൻ. വേറെ കാര്യമൊന്നും ചോദിക്കുന്നില്ല. നമ്മളാണെ പറയാം 3 ദിവസം ഉപയോഗിച്ചേര്, 7 ദിവസം ഉപയോഗിച്ചേര്, 21 ദിവസം ഉപയോഗിച്ചേര് എന്നൊക്കെ പറയത്തുള്ളൂ. കർത്താവ് എന്താ പറഞ്ഞേ? നീ കൽപ്പിക്കാം, നീ അതിനോട് കൽപ്പിക്കുക. അപ്പോൾ ദൈവം എന്തോ ചെയ്തു? ദൈവം ആ വചനത്തിൽ ശക്തി അയക്കും. അത് പാറകളെ തകർക്കുന്നതാണ്. അത് സകലത്തിനും സാധ്യമായി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ കൽപ്പിച്ചു, അത് യാഥാർത്ഥ്യമായി, അതെല്ലാം നല്ലതായി തീർന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരെണ്ണവും കുഴപ്പമുള്ളതായിരുന്നില്ല. ഒരെണ്ണവും, എല്ലാം നല്ലതെന്ന് അവൻ കണ്ടു. നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നും കർത്താവ് നമ്മളോട് ചോദിക്കില്ല. നമുക്കെടുക്കാൻ വയ്യാത്ത ഒരു ചുമടും കർത്താവ് നമ്മുടെ തലമേൽ പിടിച്ചു വെക്കുകയില്ല. ഇവിടെ ഇപ്പോൾ റജിയുടെ കുഞ്ഞ് ഇതിലെ നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ തലയിൽ ഞാൻ ഇത് പിടിച്ചു വെക്കുകയില്ല. അത് വന്നാൽ ആകെ കൊടുക്കുന്നത് എന്തെങ്കിലും അതിന് കാര്യം ചെയ്യുന്ന ഒരു മുട്ടായി ആയിരിക്കും. അതിൻ്റെ വലിപ്പം പ്രാപ്തിയും അനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ എങ്കിൽ നിനക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് നിന്നെ കൊണ്ട് കഴിയാത്തത് ഡിമാൻഡ് ചെയ്യുന്നവനല്ല. നിന്റെ ജീവിതത്തിൽ നിനക്ക് കഴിയുന്നത് മാത്രം നൽകുന്ന ഒരു കർത്താവാണ് എൻ്റെ ദൈവം. പ്രവാചകനോട് പറയുന്ന നീ ഒന്ന് കൽപ്പിക്കാം. ദൈവമാണ് ശക്തി അയക്കുന്നത്, ദൈവമാണ് ആത്മാവിനെ അയക്കുന്നത്. അവരെന്തായി തീർന്നു? 10-ാം വാക്യം, ഒരു ആത്മാവ് ശക്തിയുടേതായ ഒരു പ്രകടനമാണ് നാം അവിടെ കാണുന്നത്. അതാരായി തീർന്നു? അതിനു മുമ്പേ എന്തോ ചെയ്തെന്നറിയാമോ? ശരീരമൊക്കെ വന്നു, പക്ഷെ ജീവൻ വന്നില്ല. എന്താ? ശരീരമുണ്ട്, പക്ഷെ എന്തില്ല? അതിനെ ഞാൻ പുതിയ നിയമത്തിൽ ചിലതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ദൈവം പറഞ്ഞു, നിനക്ക് നല്ല പേരുണ്ട്, നീ കിടന്നുറങ്ങുക. ഒന്ന് പറഞ്ഞു, മരിച്ചവനെ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിലാണ് നീ കിടക്കുന്നത് പറഞ്ഞു. അത് എഫേസ്യ ലേഖനത്തിൽ. റെവലേഷൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നത്, നീ കിടന്നുറങ്ങുക മാത്രമല്ല, നിനക്ക് നീ വെന്റിലേറ്ററിലാണ്. എന്താ? നിനക്ക് നല്ലൊരു പേരുണ്ട്, ഓമന പേരുണ്ട്, പെന്തക്കോസുകാരൻ, ആത്മാവ് പ്രാപിച്ചവൻ, ആത്മാവിൽ നടത്തപ്പെടുന്നവൻ, ക്ഷമിക്കുന്നവൻ, സഹിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ. പക്ഷെ ജീവിതത്തിൽ ഒന്നുമില്ല. എന്താ? നിനക്കൊരു പേരുണ്ട്. ഈ 125 വർഷം കൊണ്ട് കാട്ടുതീ പടരുന്നത് പോലല്ലേ ഈ മൂവ്മെന്റ് വളർന്നത്? അത്ഭുതം നടന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഓരോരുത്തർക്കെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾക്ക് എന്തോ ശക്തിയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വാഭാവികമായി നടക്കാത്ത എന്തെങ്കിലും നടക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നെ കേൾക്കുന്നത്? അപ്പൊ ഈ യുക്തിവാദികളൊക്കെ പറയും അത് തെളിയിക്കണമെന്ന്. സയന്റിഫിക്കലായി തെളിയിക്കണം ദൈവവും ദൈവശക്തിയും പരിശുദ്ധാത്മാവും ഒക്കെ. ഞാൻ അതിനൊരു കൊച്ചു ചോദ്യം ചോദിക്കാം മറുപടിയായിട്ട്. ഈ ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ സയന്റിഫിക്കായി എല്ലാം തെളിയിച്ച് അനേകരിൽ പരിശോധിച്ച് അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏജൻസി റെക്കമെൻഡ് ചെയ്ത ശേഷം ഒരു മരുന്നായി പ്രിന്റ് ചെയ്ത് നമുക്ക് തരത്തുള്ളൂ. എന്നാൽ ഇന്ന് വരെ നിങ്ങൾ ഹോമിയോപ്പതിയോ ഈ ആയുർവേദം മെഡിസിനോ ഏതെങ്കിലും സയന്റിഫിക് പരീക്ഷണശാലയിൽ കൂടെ തെളിയിച്ചിട്ട് ഇന്ത്യ ഗവൺമെൻറ്റോ ഏതെങ്കിലും ഗവൺമെൻറ് എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. അറിയുമോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെന്നാ എൻ്റെ ചിന്ത. ഈ മരുന്നുകളൊക്കെ ഓരോരുത്തരും കുടിൽ വ്യവസായവുമായിട്ട് തിരുമല, ഉഴിയല് എല്ലാം ചെയ്യുന്ന ആയിരങ്ങൾ അവിടെ പോകുന്നുണ്ട്. എവിടെയൊക്കെ
ധന്വന്തരിയില്, പിന്നെ കോട്ടയ്ക്കല്, അങ്ങനെ 100 കണക്കിന്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? പോയവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു സൗഖ്യം. തിരുമാൻ പോയവന് പിറ്റേ ദിവസം നടക്കാൻ എടുത്തോണ്ട് പോയവൻ നടന്നു വരുന്നു. അല്ലാതെ സയന്റിഫിക് ആയിട്ടൊന്നും തെളിയിച്ചിട്ടല്ല എണ്ണ, ആ ഒഴിയല്. കാരണം അവന്റെ അനുഭവമാ. അവനാ ചെന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് പോ തിരുമേ, കിഴിവൊക്കെ, അവിടെ നിനക്ക് സൗഖ്യമുണ്ടെന്ന്. അപ്പോൾ എല്ലാമൊന്നും തെളിയിക്കപ്പെട്ടതല്ല. പിന്നെ അനുഭവത്തിന്റെ ശക്തിയിൽ അനുഭവിച്ചവർ പിന്നെയും അത് ചെയ്യും. ഇത് തെളിയിച്ചില്ലെന്നും പറഞ്ഞു നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ആയുർവേദികം ഇന്ത്യയിൽ ചെന്നിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാമോ? അവൻ പിടിച്ച് നമ്മളെ തല്ലുവില്ലേ? യുക്തിയൊന്നുമല്ല, തെളിയിച്ചതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കയില്ല. ആയിരക്കണക്കിന് തിരുമശാലയും മരുന്നുകടയും ഡോക്ടർമാരും എല്ലാമുണ്ട്. സയന്റിഫിക്കായി ഇതൊന്നും തെളിയിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെയാണ് ദൈവശക്തി, ദൈവവചനം. അതനുഭവിച്ചവനറിയാം. അതിൻ്റെ ശക്തി ലോകം മുഴുവൻ പടർന്നു, അത് വ്യാപിച്ചു. 100 കണക്കിന് കുടിയന്മാർ, വഷളന്മാർ ദൈവത്തിൽ വന്നു വിശുദ്ധിയോടും നീതിയോടും ജീവിക്കുന്നു. സഭ വളരുന്നു. അതിൻ്റെ പിന്നിൽ വിദ്യാഭ്യാസമല്ല, പണമല്ല, കഴിവല്ല, വാചകമടിയല്ല, വറപ്പിച്ച് പ്രസംഗിക്കുന്നതുമല്ല. പെന്തക്കോസ്തുകാർക്ക് ഒരു ശൈലിയുണ്ട്, എല്ലാ പാസ്റ്റർമാരും വറപ്പിച്ചാ പ്രസംഗിക്കുന്നത്. കേട്ടാൽ തന്നെ ലജ്ജ തോന്നും. ഇത് എവിടുന്ന് പിടിച്ചത്? ഇതൊന്നും അല്ല. ദൈവശക്തി, ദൈവവചനം, ദൈവാത്മാവ്, ദൈവ സാന്നിധ്യം, ദൈവവചനം, അതാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. കർത്താവ് പറയുന്നു, ഇവർക്ക് എന്താ ഉണ്ട്? പേരുണ്ട്, എന്തില്ല? ജീവനില്ല. വേറെടുത്ത് പറയാ, ഇവർക്ക് ഒരുപാട് പ്രവൃത്തിയുണ്ട്. എന്താ പ്രവൃത്തി? നിന്റെ പ്രവൃത്തിയും നിന്റെ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന, എഫേസ്യ സഭയോട് പറയുന്നത്, നിന്റെ വിശ്വാസവും നിന്റെ പ്രവൃത്തിയും നിന്റെ സഹിഷ്ണുതയൊക്കെ ഞാൻ അറിയുന്നു, പക്ഷെ എന്തില്ല? സ്നേഹമില്ല. വേണ്ടതില്ലെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പല വീടുകളിലും കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും നമ്മൾ ആഹാരം കൊടുക്കും, വീട് കൊടുക്കും, കിടക്ക കൊടുക്കും. സ്നേഹമില്ലെങ്കിൽ അവിടെ ഒന്ന് വസിച്ച് നോക്കിക്കേ എന്തോ അനുഭവിക്കുമെന്ന്. അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനും അവിടെ ഇരുന്ന് സന്തോഷിക്കാനൊന്നും തോന്നത്തില്ല. തോന്നും അല്ലെ? നിങ്ങളത് പരിശോധിച്ച് നോക്കേ. വാചകടിയോ ചോറും കറിയും ഒക്കെ തന്നു, പക്ഷെ എന്തില്ല? യാതൊരു സ്നേഹവുമില്ല. അതാണ് എഫെസോസിലെ സഭയുടെ കാര്യം. സർദീസ് സഭയുടെ കാര്യം എന്താ? പേരുണ്ട്. ഇനിയും ലവോദിക്ക സഭയിലേക്ക് പോയി. എല്ലാ സഭയെയും കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ചുരുക്ക ഉദാഹരണത്തിനായി ഇത് പറയുന്നത്. എഫെസോസ് ലവോദിക്ക സഭയിലേക്ക് എന്താ ഉണ്ട്? പണമുണ്ട്, പ്രശസ്തിയുണ്ട്, സമ്പത്തുണ്ട്, സകലതുമുണ്ട്. എന്തില്ല? യേശു പുറത്താ. യോ എന്താ? ആരെങ്കിലും എൻ്റെ അടുക്കൽ പുറത്തു വന്നാൽ അവനോടൊപ്പം ഞാൻ അത്താഴം കഴിക്കും. അതല്ലേ ഇന്ന് നടക്കുന്നത്? പക്ഷേ നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞു, പുറത്തു വന്നാൽ നിനക്ക് കൂട്ടായ്മയുണ്ട്. നീ എൻ്റെ അടുക്കൽ വന്നാൽ നിനക്ക് കൂട്ടായ്മയുണ്ട്. നിന്നെ മാനിക്കും. കൂട്ടായ്മ എന്ന് പറയുന്നതാ ഇല്ലേ? നിങ്ങൾ ഒരാൾ വന്നാൽ ആഹാരം ഒരുക്കി, സദ്യ ഒരുക്കി മാനിക്കുന്നത് എന്തുകൊണ്ടേ അടിസ്ഥാനത്തിലാണ്? നിന്നെ മാനിക്കുന്നത് കൊണ്ട്, നിന്നെ ബഹുമാനിക്കുന്നത് കൊണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവനെ കർത്താവ് ഉപേക്ഷിക്കുകയില്ല. അവനെ കർത്താവ് സഹായിക്കും. അപ്പോൾ ഇവർക്ക് ജീവനില്ല, ശരീരമോ ഒക്കെ ഉണ്ടില്ലേ? അപ്പോൾ അവിടെ എന്താ? ആത്മാവില്ലെന്നേ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കേ. ദൈവം പറയാണ്, ഇവർക്ക് ഒരു വലിയ ശബ്ദം കേട്ടു, ഭൂകമ്പ അസ്ഥിയോടുകൂടെ വന്നു ചേർന്നു. പിന്നെ നോക്കി, അവയുടെ ഞരമ്പും മാംസവും വന്നു, ആ ത്വക്കും പതിഞ്ഞു, എന്നാൽ ശ്വാസം അവരിലില്ലായിരുന്നു. ബാക്കിയെല്ലാം ഉണ്ട്. ദൈവാത്മാവിൻ്റെ അന്യഭാഷയമുണ്ട്, പക്ഷേ ദൈവത്തിൽ നിന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലതും, എല്ലാമെന്നൊന്നും ഞാൻ പറയത്തില്ല, പലതും പാട്ട് വെച്ച് അതിനനുസരിച്ച് അന്യഭാഷ പറഞ്ഞ് കബളിപ്പിക്കുന്ന പെന്തക്കോസലിസം. ആത്മീയമായി അന്യഭാഷ സംസാരിക്കാം, ആത്മാവിൽ നിറയാം,
ആത്മനിറവിൽ അവനവൻ ആത്മനിറവുണ്ടാക്കാം. പക്ഷെ അത് കാണിക്കണം പ്രവൃത്തിയിൽ, ജീവിതത്തിൽ, ഫലത്തിൽ, ഇടപാടിൽ. ഞാൻ ആത്മാവിൽ നിറഞ്ഞാൽ, അന്യഭാഷ പറഞ്ഞാൽ, ആത്മീയവർദ്ധന വന്നാൽ അത് കാണണം. ഞാൻ വയറ് നിറഞ്ഞാൽ പിന്നെ ഒരാൾ എന്നെ ഉണ്ണാൻ വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. കുറഞ്ഞ പക്ഷെ അത്രയിലും പറയല്ല ഞാൻ ഇപ്പം അങ്ങോട്ട് ഉണ്ടതയുള്ളെന്ന്. വയറ് നിറഞ്ഞാൽ, ഞാൻ ആത്മീയനായാൽ എന്തെങ്കിലും അതിൻ്റെ രീതിയിലുള്ള ഇടപാടുകൾ, ജീവിതശൈലി, കാഴ്ചപ്പാട് കാണിക്കണ്ടേ? ഇവിടെ എന്തില്ല? ശ്വാസമില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ശ്വാസമില്ലത്ര. എന്ത് പകൽക്കാലം അസ്ഥിയിൽ നിന്ന് വളർന്നു വന്ന, ഉയർന്നു വന്നതാ ശരീരമാണ്. ഇന്നലെ ഞാൻ ഒരു ബോഡി കാണാൻ പോയി. അതവിടെ കിടന്നാൽ എന്നും ബോഡിയാ. ശ്വാസം പോയത് കൊണ്ടാണ് ബോഡി ആയത്. ശ്വാസമില്ല അല്ലേ? ശ്വാസമില്ല, അത്രയേ ഉള്ളൂ കുഴപ്പം. വളരെ ഭംഗിയായി വസ്ത്രം ധരിപ്പിച്ച് നമ്മൾ ഇന്ന് വരെ ആരെങ്കിലും ഒരു പെട്ടി 3000-5000 രൂപയുടെ ഡോളറിന്റെ പെട്ടി കയറി കിടന്നിട്ടുണ്ടോ? നല്ല പെട്ടിയിൽ നല്ല വസ്ത്രം ധരിച്ച് മനോഹരമായ കുറേ പുഷ്പവും വെച്ച് ഒക്കെ വെച്ചാലും അതിൻ്റെ പേരെന്താ? ശവം. ആത്മാവില്ല, അവിടെ ശ്വാസമില്ലത്ര. അവിടെ ശ്വാസമില്ലത്ര, അവിടെ ആത്മാവില്ലത്ര. അടുത്ത വാക്യം എന്താ പറയുന്നതെന്ന് അറിയാമോ? അപ്പോൾ ദൈവം വീണ്ടും പ്രവചിക്ക. മനുഷ്യപുത്ര, നീ കാറ്റിനോട് പ്രവചിക്ക, ഈ നിഹതന്മാർക്ക് വേണ്ടി അവരുടെ മേൽ ഊതുക. അവൻ കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോൾ ശ്വാസം വന്നു, ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി. എൻ്റെയും നിങ്ങളുടെയും ജോലിയാണ് ദൈവസന്നിധാനത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, നിലവിളിക്കുക, വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുക നിന്റെ പ്രശ്നത്തിന് പരിഹാരം. എഴുതി തള്ളുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം പറയുന്നത് ഇതിനെ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. നിരാശയുടെ വാക്കുകളല്ല ഞാൻ പറയുന്നത്, മടങ്ങിവരവിന്റെ വാക്കുകളാണ് എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചത്. പ്രാർത്ഥന, ഉപവാസം, പിശാചിനെ തോൽപ്പിക്കുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ വിശ്വാസം, ദൈവവചനം, ആത്മാവ്, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ ഉടനെ താൻ പറയാ, ഇത് ഞാനൊരു ദർശനം തന്നതല്ല കുഞ്ഞെ, പിന്നെന്താ, ഇത് ഇസ്രയേൽ മക്കളാണ്, അന്നത്തെ സഭ. മനസ്സിലായി? ദൈവം തന്നെയാ പറയുന്നത്, അരുളി ചെയ്യാണ്, ഇത് ഇസ്രയേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങൾ ഉണങ്ങി പ്രത്യാശയില്ലാതെ മുടിഞ്ഞിരിക്കുന്നു. എന്തൊരു നല്ല ചിത്രമാണ് ഇന്നത്തെ സഭയെക്കുറിച്ച്. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ അവസ്ഥ കണ്ടിട്ട് അതിനൊരു വ്യതിയാനം വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ നിജസ്ഥിതി കണ്ടിട്ട്, ഈ ശൂന്യാവസ്ഥ കണ്ടിട്ട് ദൈവസന്നിധാനത്തിലേക്ക് പ്രവാചകനെ പോലെ പറയാം, കർത്താവേ, നിന്നാൽ സകലതും സാധ്യമാണ്, നീ അറിയുന്നുണ്ട്. നിന്റെ ഒരു കാറ്റടിപ്പിക്കണമേ, എന്നിലൊന്ന് അടിക്കണമേ, എൻ്റെ സഭയിലൊന്ന് അടിക്കണമേ, എൻ്റെ കൂട്ടത്തിലൊന്ന് അടിക്കണമേ. അത് നിഹതന്മാരായി കിടക്കുവാനല്ല, റെപ്യൂട്ടേഷനിലല്ല കർത്താവേ, ജീവനുള്ളവരായി, സ്നേഹമുള്ളവരായി, യേശുവിന്റെ കൂടെ നടക്കുന്നവരായി ഒരു സൈന്യമായി നിൽക്കുവാൻ എന്ന് പകൽക്കാലം എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നമുക്ക് പറയാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എത്ര കുറഞ്ഞു. അപ്പോസ്തലന്മാർക്ക് പറ്റിയത് ഇതാണ്, യേശു എല്ലാം കൈകാര്യം ചെയ്യും. ആരെയും നിരാശരായി വിടാത്തപ്പോൾ യേശു എപ്പോഴും ഉണ്ട് എന്ന് വിചാരിച്ച് യേശു ഒന്ന് പോയതായ സമയത്ത് പരാജയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന 9 ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വരാൻ പോലും മറ്റുള്ളവരെ തടസ്സമായി നിൽക്കുന്നു. നിനക്കെങ്കിലും കഴിയുമെങ്കിൽ. അതാണ് ലോകത്തിന്റെ വാർത്ത. ഇവരെ കൊണ്ട് ഞങ്ങൾ മടുത്തു, ഇവർക്ക് കഴിവില്ല, നിനക്ക് കഴിയുമെങ്കിൽ എന്ന് പകൽക്കാലം നമുക്ക് നിലവിളിക്കുവാൻ മനസ്സുണ്ടോ? കർത്താവേ, പരാജയം ഞങ്ങളുടേതാണ്,
അവര് മാനസാന്തരപ്പെട്ടില്ല. അവര് രഹസ്യമായി ചെന്ന് കർത്താവിനോട് ചോദിച്ചെന്ന്. അവിടെ വെച്ച് ചോദിച്ചില്ല, കർത്താവെ ഞങ്ങൾക്ക് എന്താ കഴിയാത്തതെന്ന്. പരസ്യമായി പറഞ്ഞ നാണം കേടല്ലേ? രഹസ്യമായി ചോദിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവർക്ക് അത്രയേലും ബോധമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഈ ഗതികേട് വരാൻ കാരണം എന്താണ്. നമ്മളോ, സഭയോ, ഇന്ന് പോൽക്കാലം നമ്മൾ ഓരോരുത്തരും ഉണരാം. നമ്മുടെ പ്രാർത്ഥന കൂട്ടാം, നമ്മുടെ ഉപവാസം കൂട്ടാം, വിശ്വാസം നമുക്കുണ്ടാകട്ടെ. നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകട്ടെ. നമ്മുടെ ജീവിതം വിശ്വാസി എന്നുള്ള പേരല്ല, അതിൻ്റെ ശക്തി ഉണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ, കർത്താവ് കൂടുണ്ടാകട്ടെ. ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ വ്യാപരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ജേക്കബ് ചാക്കോ പ്രാർത്ഥിച്ചാൽ.